വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം മക്കളെ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേര് പ്ലാൻ കിങ്ഡം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഇനി നമ്മൾ പ്ലാൻ കിങ്ഡം സെപ്പറേറ്റ് ആയിട്ടൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടെന്ന്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പോൾ പ്ലാൻ കിങ്ഡം നമുക്ക് 1.7 ബില്യൺസ് ഓഫ് പ്ലാന്റ്സ്, അതിനേക്കാൾ കൂടുതലായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ വേൾഡിൽ. അപ്പോൾ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ആര് മക്കളെ, പ്ലാന്റ്സ്. അപ്പോൾ ഈ പ്ലാൻ കിങ്ഡം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഇല്ലാതെ നമുക്കൊന്നും ജീവിക്കാൻ ഇവിടെ ഒരു ഇത് കിട്ടില്ല. കാരണം ദേ ആർ കൺസിഡേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അല്ലേ. അവർ ഓട്ടോട്രോപ്പിസം വഴി അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഒക്കെ അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ആൻഡ് എന്താ പറയുക, മോർ ലെവൽ ഓഫ് ഓക്സിജൻ, നമുക്കിവിടെ ഓക്സിജൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി അവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ പ്ലാന്റ്സ് പ്ലേ വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ എക്സിസ്റ്റിംഗ് ലൈഫ്. സർവൈവലിന് വേണ്ടിയിട്ട്, ലൈഫ് എക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള റോൾസ് ആര് വഹിക്കുന്നുണ്ട്, പ്ലാന്റ്സ് വഹിക്കുന്നുണ്ട്. സോ നമ്മൾ പ്ലാൻ കിങ്ഡത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോവാണ്. അതിന് പുറമെ ഈ പ്ലാന്റ്സിൽ തന്നെ കുറേ ക്ലാസിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തിൻ്റെ ബേസിലേക്ക് ഈ ക്ലാസിഫിക്കേഷനൊക്കെ നടക്കുന്നുണ്ടാവും മക്കളെ? സാറ് പറഞ്ഞ പോലെ തന്നെ സാറ് പണ്ട്, അതായത് നമ്മുടെ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിൽ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ക്ലാസിഫിക്കേഷനെ ബേസിസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുറേ അടിസ്ഥാനങ്ങളിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഈ പ്ലാന്റ്സ് തന്നെ കുറേ പ്ലാന്റ്സ് പല പല ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ബേസിൽ ഇനി അതിൻ്റെ ലീഫ് ആവാം, ഇനി അതിൻ്റെ അനാട്ടമിക്കലി ആവാം, ഇനി എന്താ പറയുക കാണുമ്പോഴുള്ള ഫീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇൻറ്റേർണലായിട്ട് നമ്മൾ എന്താ പറയുക ഒരു ജെനറ്റിക്കലി നോക്കുമ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കാണാം. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം, നീറ്റായിട്ട് നമുക്ക് തുടങ്ങാം. സോ ബിഫോർ ദാറ്റ് യു ജസ്റ്റ് ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് ദ പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണിത്. സോ പ്ലാൻ കിങ്ഡം, നമുക്ക് പ്ലാന്റ്സിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാൻ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് പ്ലാൻ കിങ്ഡം. ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിളാണ്. കിങ്ഡം പ്ലാന്റ് എന്ന് നമ്മൾ പറയേണ്ടത് റെഡിക്ക്, പക്ഷേ എന്താ പറയുക, പ്ലാൻ കിങ്ഡം എന്നൊരു ചാപ്റ്ററിലായിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. സോ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമ്മൾ പ്ലാൻ കിങ്ഡത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ എങ്ങനെയാണ്, എന്തിൻ്റെയൊക്കെ ബേസിലാണ് മക്കളെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നടന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റണം. അപ്പോൾ അതെന്തൊക്കെ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടായിരിക്കും നമ്മൾ പ്ലാൻ കിങ്ഡത്തിലേക്ക് ഡയറക്റ്റായിട്ട് കിടക്കുന്നത്. അതിൻ്റെ ഓരോരോ ആളുകളെ കുറിച്ച് പരിചയപ്പെടുന്നത്, അതിൻ്റെ ഗ്രൂപ്പുകളെ കുറിച്ച് പരിചയപ്പെടുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത്. സെറ്റല്ലേ? സോ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? ദേ ആർ മൾട്ടിസെല്ലർ ഓർഗാനിസം. ഓട്ടോട്രോപ്പിസം കാണിക്കുന്ന മൾട്ടിസെല്ലർ ഓർഗാനിസം ആണ്. ഓട്ടോട്രോപ്സ് ആണ് അതിൻ്റെ ന്യൂട്രീഷൻ. വി നോ ദാറ്റ് ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ, ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് അത് മൂവ് ചെയ്യുന്നത്. ആൻഡ് എന്താ പറയുക, സെൽ വോളുണ്ട്, പെക്റ്റിൻ, സെല്ലോസ് ഒക്കെ ആയിട്ടുള്ള കോമ്പണൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇനി ഇവിടെ ഈ പ്ലാൻ കിങ്ഡത്തിലേക്ക് കടക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ മക്കളെ, റെഡി അല്ലേ? ഇനി നമുക്ക് പ്ലാൻ കിങ്ഡത്തിലേക്ക് കടന്നാലോ? റെഡി. ബിഫോർ ദാറ്റ് വി ആർ ഗോയിങ് ടു മൂവ് അബൌട്ട് ക്ലാസിഫിക്കേഷൻ. എങ്ങനെയാണ് ഈ പ്ലാന്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത്, എന്തിൻ്റെ ബേസിസിലാണ് സയൻറ്റിസ്റ്റ് ഒക്കെ ക്ലാസിഫൈ ചെയ്തത്. ആൻഡ് ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൻ്റെ ടേംസ് ശ്രദ്ധിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേംസ് എക്സാമിന് ചോദിക്കും, എസ്പെഷ്യലി എൻട്രൻസ് എക്സാംസിന് നന്നായി ചോദിക്കുന്ന ഒരു പാർട്ട് തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ. അപ്പോൾ റെഡി അല്ലേ? സാർ നീറ്റായിട്ട് പറഞ്ഞുതരാം, സോ ശ്രദ്ധിക്കാം. അപ്പോൾ നോക്ക് മക്കളെ, നമുക്ക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നോക്കണം. ഇതിൻ്റെയൊക്കെ ബേസിലാണ്, എന്തിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എന്ന് നമ്മൾ അറിയണം. എന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു പൂർണ്ണത നമുക്ക് കിട്ടുള്ളൂ. കാരണം നമുക്ക് ഇവിടെ അത്രയും പ്ലാന്റ്സ് ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിഭാഗത്തിലാണ് ഇവർ പെട്ടിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ഇത്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ നമുക്ക് നീറ്റായിട്ട് മനസ്സിലാവണ്ടേ, ക്ലിയർ ആയിട്ട് മനസ്സിലാവണ്ടേ? അപ്പോൾ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ സിസ്റ്റം, ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷന്റെ സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത്. മക്കളെ ഈ ടേം ശ്രദ്ധിക്കുക, ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല ടെക്നോളജി അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അല്ല, ശ്രദ്ധിച്ചോ, എന്താണ്? ഓൾഡസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അതെന്തായിരുന്നു മക്കളെ? ഇറ്റ് വാസ് എ ഓൾഡസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അതെന്താണ്? ഓൾഡ് ക്ലാസിഫിക്കേഷൻ ആണ്, പഴയ ഓൾഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ വാട്ട്? വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷുവൽ ക്യാരക്ടേഴ്സ്. എന്തിൻ്റെ ബേസിലാണ് മക്കളെ? വെജിറ്റേറ്റീവും അതേപോലെ സെക്ഷുവൽ ക്യാരക്ടേഴ്സൊന്നും ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. എന്തിനൊക്കെയാണ് മക്കളെ? ശ്രദ്ധിച്ചോ, എന്തിനൊക്കെ ബേസിലാണ് ശ്രദ്ധിച്ചോ, ശ്രദ്ധിക്കുക.
വെജിറ്റേറ്റീവും അതേപോലെ തന്നെ സെക്ഷുവൽ ക്യാരക്ടേഴ്സിൻ്റെയും ബേസിസിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനിൽ നോക്കിയത്. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് എന്തിൻ്റെയൊക്കെ ബേസിലാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? എന്താണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ എന്താ മക്കളെ നമ്മൾ എഴുതുക? ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട്? എന്തിനൊക്കെയാണ് ബേസ് ചെയ്തിട്ടാണ് മക്കളെ? ഒന്ന് എന്താണ്? വെജിറ്റേറ്റീവ് ആസ് വെൽ ആസ് സെക്ഷുവൽ ക്യാരക്ടേഴ്സ്. വെജിറ്റേറ്റീവും അതേപോലെ സെക്ഷുവൽ ക്യാരക്ടേഴ്സിൻ്റെയും ബേസിസിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലിയർ? ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. സോ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ്റെ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? അത് മനസ്സിൽ വെക്കണം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഓൾഡസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ വെജിറ്റേറ്റീവും ആസ് വെൽ ആസ് എന്താണ് സെക്ഷുവൽ ക്യാരക്ടേഴ്സിൻ്റെ ബേസിലാണ് നമ്മൾ നടത്തുന്നത്. ഇനി ശ്രദ്ധിച്ചോ, നാച്ചുറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്താണ് മക്കളെ? ഈ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ശ്രദ്ധിച്ചോ. See, it is based on എന്താണ്? നാച്ചുറൽ അഫിനിറ്റീസ്. നാച്ചുറലി ഉണ്ടാവുന്ന കുറച്ച് എന്താ പറയുക അബ്നോർമാലിറ്റീസോ അല്ലെങ്കിൽ അഫിനിറ്റികളോ അത് കൂടുതൽ ഉണ്ടാവുന്നതാണ് ഈ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. ശ്രദ്ധിച്ചോ, ബേസ്ഡ് ഓൺ എന്താണ്? നാച്ചുറൽ അഫിനിറ്റീസ് എമംഗ് ആരുമായിട്ടാണ്? ഓർഗാനിസം ഇൻ ദെയർ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫീച്ചേഴ്സ്. അതായത് എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും വരുന്ന ഫീച്ചേഴ്സിൽ ഉണ്ടാകുന്ന അഫിനിറ്റീസ് പ്രകാരം, നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള അഫിനിറ്റീസ് പ്രകാരം ഉണ്ടാവുന്ന ക്ലാസിഫിക്കേഷൻ ആണ്, അതിന്റെ ബേസിൽ ഉണ്ടാക്കിയ ക്ലാസിഫിക്കേഷൻ ആണ് മക്കളെ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. സോ എന്താണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം? ഓൺ ബേസ് ഓഫ് നാച്ചുറൽ എന്താണ്? നാച്ചുറൽ എഫിനിറ്റീസ്. ക്ലിയർ അല്ലേ? ഓൺ ദ ബേസ് ഓഫ് എന്താണ്? നാച്ചുറൽ അഫിനിറ്റീസിന്റെ ബേസിലാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. ആൻഡ് ഓർഗാനിസം ഓൺ ദെയർ അബൌട്ട് വാട്ട്? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടുമുള്ള ഫീച്ചേഴ്സിന്റെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് കേട്ടോ. അപ്പൊ നാച്ചുറൽ അഫിനിറ്റീസ്, നാച്ചുറലി ഉണ്ടാകുന്ന അഫിനിറ്റീസ് എന്തിന്റെ കേസിൽ? അമംഗ് പ്ലാന്റ്സിന്റെ കേസിൽ എങ്ങനെ? ദെയർ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫീച്ചേഴ്സ് പ്രകാരമുള്ള. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഒന്നുമില്ല. ദ ബേസ്ഡ് ഓൺ നാച്ചുറൽ അഫിനിറ്റീസ് എമംഗ് എവിടെയാണ്? എമംഗ് ഓർഗാനിസം ഇൻ ദെയർ. ഓർഗാനിസത്തിന്റെ എക്സ്റ്റേണലും ഇന്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ ഉണ്ടാവുന്ന നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള അഫിനിറ്റീസിനാണ് നമ്മൾ പറയുന്നത് മക്കളെ. അതിന്റെ ബേസിസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് പിടികിട്ടിയോ? ദിസ് ഈസ് നോൺ ആസ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റാണ്. ഇത് അത്രയും സിമ്പിളാണ്. കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ സെറ്റാണ്. ഓക്കെ അല്ലേ? ഈ കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ? അപ്പൊ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു, നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ഇനി ശ്രദ്ധിച്ചോ, അടുത്ത തരം ക്ലാസിഫിക്കേഷൻ എന്താണ്? ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ. എന്താണ് ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? നമ്മൾ എവല്യൂഷണറി റിലേഷൻഷിപ്സ് നോക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഫൈലോജെനറ്റിക്. പേര് ശ്രദ്ധിച്ചോ നിങ്ങൾ? പേരെന്താണ് ഇവിടെ പറയുന്നത്? ഫൈലോജെനറ്റിക് ആണ്. ഫൈലോജെനറ്റിക് എന്നാണ്. അപ്പൊ എന്താണ് അതിന്റെ ബേസിസിൽ മക്കളെ? എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അപ്പോൾ എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എവല്യൂഷൻ നടക്കുന്നു അതിന്റെ കാര്യങ്ങളിൽ. എവല്യൂഷൻ ഓരോരോ എന്താ പറയുക സെഞ്ചുറീസ് കഴിയും തോറും അതിന്റെ എവല്യൂഷൻ, ഇയേഴ്സ്, ഇറ്റ് ടേക്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ്. ആ എവല്യൂഷൻ, ആ ടൈമിൽ നടക്കുന്ന എവല്യൂഷന്റെ സിഗ്നിഫിക്കൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് മക്കളെ ഫൈലോജെനറ്റിക് സിസ്റ്റം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഫൈലോജെനറ്റിക് സിസ്റ്റം ക്ലാസിഫിക്കേഷൻ. കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? അത്ര ഭയങ്കരമായിട്ടുള്ള തിങ്ക് ചെയ്യണമെന്നില്ലല്ലോ മക്കളെ. റെഡി അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, അടുത്താണ് നമുക്ക് ന്യൂമറിക്കൽ ടാക്സോണമിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറഞ്ഞാൽ നമ്പേഴ്സോ? പ്ലാന്റ്സിന്റെ കേസിൽ എങ്ങനെ നമ്പേഴ്സ് വരുന്ന മക്കളെ? നമ്പേഴ്സ് അല്ല ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബൈ യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. അത് ടെക്നോളജി വളരും തോറും നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങി. സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റംസോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങി. എന്ത് അനലൈസ് ചെയ്തെന്ന് ശ്രദ്ധിച്ചോ? ബൈ യൂസിങ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടേഴ്സ് നമ്പേഴ്സ്, കോഡ്സ്
are assigned to all characters and data are processed. അതായത് ഓരോരോ പ്ലാന്റ്സ് ആയിക്കോട്ടെ അതിന് ഓർഗാൻസ് ആയിക്കോട്ടെ അതിൻ്റെ ഡാറ്റാസ് നമ്മൾ കമ്പ്യൂട്ടറിലായിട്ട് കോഡ് ചെയ്യുമ്പോൾ അത് മേ ബി കോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ജെനറ്റിക്കൽ അതായത് ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. നമുക്ക് ഹയർ സ്റ്റഡീസിലൊക്കെ പഠിക്കാനുണ്ടാവും നമ്മുടെ ജെനറ്റിക് കോഡ്സ് ഒക്കെ നമുക്ക് വെച്ചിട്ട് അങ്ങനെ അതിൻ്റെ ബേസിൽ ഈ ജെനറ്റിക് അതും വേറൊരു പ്ലാന്റ് തമ്മിലുള്ള ജെനറ്റിക് വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ഒരേ ഫാമിലി സെയിം ആണ് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് സിമിലർ ഫാമിലിയിലായിട്ട് പെടും. അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ആ ജെനറ്റിക് നമ്പേഴ്സ് ആ ന്യൂമറിക്കൽസ് ഒക്കെ വെച്ചിട്ട് കമ്പ്യൂട്ടർ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നതാണ് ന്യൂമറിക്കൽ ടാക്സോണമി. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ന്യൂമറിക്കൽ ടാക്സോണമിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ന്യൂമറിക്കൽ ടാക്സോണമി ബൈ യൂസിങ് കമ്പ്യൂട്ടർ നമ്പേഴ്സ് ആൻഡ് കോഡ്സ് വിച്ച് ആർ അസൈൻഡ് ടു എന്താണ് ക്യാരക്ടേഴ്സ് ആൻഡ് ഡാറ്റ ആർ പ്രോസസ്ഡ്. അപ്പോൾ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? അധികം സിമ്പിൾ അല്ലേ? അധികം ടഫുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ അല്ലേ? റെഡി. ഇനി ശ്രദ്ധിച്ചോ, നോക്കാം. സൈറ്റോടാക്സോണമി. സൈറ്റോടാക്സോണമി എന്ന് പറയുമ്പോൾ സൈറ്റോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? സൈറ്റോളജിക്കൽ. സൈറ്റോ സെല്ലിൻ്റെ ബേസ് ചെയ്തിട്ട് അല്ലേ മക്കളെ? സെല്ലിനകത്തുള്ള കോമ്പണൻസ് ക്രോമസോംസിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളത്. അതെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ. ലൈക്ക് എന്താണ് സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ? സൈറ്റോളിസിസ്. സൈറ്റോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുന്നത് സെല്ലിൻ്റെ അകത്തുള്ള സെൽ റിലേറ്റഡ് ആണ്. സെൽ റിലേറ്റഡ് ആണ്. ആൻഡ് അപ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ജെനറ്റിക്സിൽ ക്രോമസോംസിനെ കുറിച്ച്, ക്രോമസോം നമ്പർ, അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ. കണ്ടോ? ക്രോമസോം നമ്പേഴ്സ്, അതിൻ്റെ സ്ട്രക്ചേഴ്സ്, ബിഹേവിയർ, ഈ കാര്യങ്ങളാണ് സൈറ്റോടാക്സോണമി എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? അധികം ഭയങ്കരമുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ മക്കളെ? റെഡി. ഇനി നോക്ക്, കീമോ ടാക്സോണമി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കീമോ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ എന്താണ്? കെമിക്കലാണ്. ബേസ്ഡ് ഓൺ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദി പ്ലാന്റ്സിലാണ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ്. അതായത് ഒന്നിന് കെമിക്കൽ കോമ്പണൻസ് കുറച്ച് അധികം ഇരിക്കാം, ഒന്നിന് കുറവായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസിൻ്റെ ഡിഫറൻസ് പ്രകാരമുള്ള ക്ലാസിഫിക്കേഷനാണ് കീമോടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കീമോടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. റെഡി. ഇനി നമ്മൾ ഏകദേശം ക്ലാസിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡി അല്ലേ? ക്ലാസിഫിക്കേഷൻ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും ക്ലാസിഫൈ ചെയ്തു. ആ ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ നമ്മൾ കുറച്ച് ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ നടത്തി. നമ്മൾ കുറച്ച് ഗ്രൂപ്പ്സിനെ നമ്മൾ കൊണ്ടുവന്നു. പ്ലാന്റ് കിങ്ഡത്തിലെ കുറച്ച് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തു. ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ കണ്ടു അല്ലേ മക്കളെ? ഈ ക്ലാസിഫിക്കേഷൻ നാച്ചുറൽ ആയിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ആയിക്കോട്ടെ, കീമോടാക്സോണമി ആയിക്കോട്ടെ, സൈറ്റോടാക്സോണമി ആയിക്കോട്ടെ, എന്ത് ആയിക്കോട്ടെ, ഈ ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു? പ്ലാന്റ് കിങ്ഡത്തെ ഗ്രൂപ്പ് ചെയ്തു. എങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പ് ചെയ്തത്? എന്തൊക്കെയായിരിക്കും ഗ്രൂപ്പ്സ്? നമ്പർ 1 വി ഹാവ് ആൽഗേ. നമുക്ക് ആൽഗേ വന്നു. ആൽഗേ വന്നപാട് അടുത്തതായിട്ട് ആരുണ്ടാവും മക്കളെ? ആൽഗേ എന്ന് പറയുമ്പോൾ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ചെറിയൊരു ഗ്രൂപ്പ്. അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടി ഗ്രോത്ത് ഒക്കെ കാണിക്കുന്ന ഒരു പ്ലാന്റി ക്യാരക്ടേഴ്സ് കാണിക്കുന്നത്, പ്ലാന്റിന്റെ ഒരു ക്യാരക്ടേഴ്സ് കാണിക്കുന്നത് ആരായിരിക്കും? ബ്രയോഫൈറ്റ്സ് ആണ്. ആൽഗേ ബ്രയോഫൈറ്റ്സ്. അപ്പൊ പിന്നെയോ ബ്രയോഫൈറ്റ്സ് കഴിഞ്ഞിട്ട് ആരുണ്ടാവും മക്കളെ? ബ്രയോഫൈറ്റ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ്? ഒരു ലാൻഡ് ലീവിങ് ആയിട്ടുള്ള ഒരു നല്ല കുറേ ഭയങ്കരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്ന, കുറച്ച് അധികം നല്ല ക്യാരക്ടേഴ്സ് കാണിക്കാൻ തുടങ്ങിയ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് വന്നു. ആരായിരിക്കും? ടെറിഡോഫൈറ്റ്സ് എന്ന് നമ്മൾ വിളിച്ചു. വി കോൾ ദം ആസ് ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സ് വന്നതിന് ശേഷം നാലാമത് ആരായിരിക്കും? അത് ജിംനോസ്പെർം ആയിരിക്കും അല്ലേ മക്കളെ? ജിംനോസ്പെർം. നെക്കഡ് സീഡ്സ് ഉള്ള നോൺ ഫ്ലവറിംഗ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവാത്ത പ്ലാന്റ്സ്, അവർ നമ്മൾ ജിംനോസ്പെർംസ് എന്ന് വിളിച്ചു. ആൻഡ് ഫൈനലി ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ നമ്മൾ എന്ത് വിളിച്ചു മക്കളെ? ആൻജിയോസ്പെർംസ് എന്ന് നമ്മൾ വിളിച്ചു. അപ്പൊ എത്ര തരമുണ്ട് മക്കളെ? ആൽഗേ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, പിന്നെയോ ജിംനോസ്പെർം, ആൻജിയോസ്പെർം. അപ്പോൾ 5 ആളുകൾ
ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഓരോരോ ആളുകളെ കുറിച്ച് ഇനി പഠിക്കാൻ പോകണം. അപ്പോൾ സാറ് പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലാൻ കിങ്ഡത്തെ കുറിച്ച് നമുക്ക് വാസ്റ്റായിട്ട് ഒന്ന് തപ്പിയെടുക്കാനുണ്ട്, കൂടുതലായിട്ട് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടെയാണ് പ്ലാൻ കിങ്ഡം. ഇനി നമ്മൾ ആൽഗയിലേക്കാണ് കടക്കുന്നത് മക്കളെ. അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ആൽഗെ, ഫസ്റ്റത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആരാണ്? ആൽഗെ. അപ്പൊ ആൽഗേനെ ബേസിൽ എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് നടക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ബേസ്ഡാണ് ഇങ്ങനെ ഗ്രൂപ്പ് ആക്കിയത്. അപ്പോൾ ഇതിനൊക്കെ ബേസിലാണ് ഇങ്ങനെ ഗ്രൂപ്പ് ആക്കി മാറ്റിയത്. അപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് കടന്നാലോ? ഓക്കെ, സോ ദ ഫസ്റ്റ് ഗ്രൂപ്പ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് അബൌട്ട് ആൽഗെ. എന്താണ് മക്കളെ ആൽഗെ? നിങ്ങൾ പറ, ആൽഗെ എന്താണ്? നമുക്കറിയാം ആൽഗെ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൊമിറ്റീവ് ആയിട്ടുള്ള ചെറിയ ആളുകളാണ്, ചെറിയ മെമ്പേഴ്സാണ്. ദേ ഡോണ്ട് ഹാവ് മച്ച് ലീവ്സ്. അങ്ങനെ ലീഫായിട്ടോ റൂട്ടായിട്ടോ സ്റ്റമ്മായിട്ടോ അങ്ങനെ ഒന്നും കാണിക്കാത്ത ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവർക്ക് കുറേ ഫങ്ഷൻസും കാര്യങ്ങളും ഫീച്ചേഴ്സും ഉണ്ട്. അവരുടെ സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, എങ്ങനെയാണ് അവരുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ആൽഗെ ആർ സ്മോൾ, ഭയങ്കര സ്മോൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്, പ്ലാന്റ് കിങ്ഡത്തിൽ പെടുന്ന ഓർഗാനിസംസ് ആണ്. ഇനി സാർ ഇങ്ങനെ വിവരിക്കുന്നില്ല, സാർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. ശ്രദ്ധിച്ചോളെ, ലിസൺ കെയർഫുള്ളി. ഓക്കെ, സോ ആൽഗേന്റെ കേസിൽ നമ്മൾ വരികയാണെങ്കിൽ ശ്രദ്ധിച്ചോ, ആൽഗെ സിമ്പിൾ ആണ്, താലോയിഡ്, ഓട്ടോട്രോഫിക്, അക്വാറ്റിക് ഓർഗാനിസം ആണ്. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് പ്ലാന്റ് കിങ്ഡം എന്താണ്? ഓട്ടോട്രോപ്സ് ആണ്. അപ്പൊ എല്ലാവരും എന്താണ് മക്കളെ? ഓട്ടോട്രോപ്പിസം കാണിക്കും അല്ലേ? എല്ലാവരും എന്ത് കാണിക്കും? ഓട്ടോട്രോപ്പിസം കാണിക്കും. ആൻഡ് ആസ് വെൽ ആസ് ഈ ആൽഗെ എന്താണ് മക്കളെ? അക്വാറ്റിക് ആണ്, അക്വാറ്റിക് കൂടിയാണ്, ആൽഗെ അക്വാറ്റിക് കൂടിയാണ്. അതേപോലെ തന്നെ സിമ്പിൾ, താലോയിഡ്, അക്വാറ്റിക്, ഓട്ടോട്രോഫിക് ഓർഗാനിസം ആണ് ആൽഗെ. സോ ആൽഗെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇതയാ സിമ്പിൾ, താലോയിഡ്, ഓട്ടോട്രോഫിക് ആൻഡ് എന്താണ്? ഓട്ടോട്രോഫിക് ആൻഡ് അക്വാറ്റിക് ഓർഗാനിസംസ് ആണ് ആൽഗെ. ക്ലിയർ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽഗെ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? റെഡി. ഹാബിറ്റേറ്റ്സ് നോക്ക്. ദേ ഗ്രോ ഇൻ വെയർ മോയിസ്റ്റ് സോയിൽ ആൻഡ് വുഡ്. വുഡിലും മോയിസ്റ്റ് സോയിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൽഗേനെ അല്ലെ? മോയിസ്റ്റ് സോയിലും വുഡ് കാര്യങ്ങളിലൊക്കെ നമുക്ക് ആൽഗെ കാണും. അത് മോയിസ്റ്റും ഷാഡോ അങ്ങനത്തെ ഏരിയാസിലൊക്കെ ആയിട്ട് സോയിലും അതേപോലെ തന്നെ വുഡിലൊക്കെ നമുക്ക് മെയിനായിട്ട് കാണാം. ചുമരിലൊക്കെ എന്താ പറയാ, നമുക്ക് കാണാൻ പറ്റും അല്ലെ? അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽഗെ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? സോ എന്താണ് അതിന്റെ ഹാബിറ്റേറ്റ്സ് നോക്ക്. ഗ്രോ ഇൻ മോയിസ്റ്റ് സോയിൽ ആൻഡ് വുഡ്. മോയിസ്റ്റ് സോയിലും വുഡിലുമാണ് അവർ ഗ്രോ ചെയ്യുന്നത്. മോയിസ്റ്റ് സോയിലും വുഡിലുമാണ് അവരെ ഗ്രോ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? റെഡി? ശ്രദ്ധിച്ചോ, സിംബയോട്ടിക് ആയിട്ടുള്ള അസോസിയേഷൻ കാണിക്കുന്നുണ്ട്. സിംബയോട്ടിക് ഗ്രോ ഓൺ അതർ ആനിമൽസ്. അതായത് ലൈക്കൺസ് പോലെ ആയിട്ടുള്ള ഗ്രോ ചെയ്യുന്നുണ്ട്. സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്നുണ്ട്. ഓൺ അതർ ആനിമൽസിന്റെ കേസിലാണെങ്കിൽ സ്ലോത്ത് ബിയറിനെ ഒക്കെ പോലെ വേറൊരു ആനിമൽസിന്റെ മേലെ അവർ ഗ്രോ ചെയ്യുന്നുണ്ട്. ആനിമൽസിന്റെ ഒക്കെ മേലെ ആയിട്ട് അവർ ഗ്രോ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ആൽഗേന്റെ ഒരു ബേസിക് ഫീച്ചേഴ്സ് നിങ്ങളിൽ പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ മക്കൾ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആൽഗേന്റെ ഒരു ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. റെഡി? നോക്കാം. ഇനി അടുത്തൊരു പാട്ട് നോക്കാം. ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. സൈസ് റേഞ്ചസ് ഫ്രം എങ്ങനെയൊക്കെയാണ്? യൂണിസെല്ലുലാർ കൊളോണിയൽ, അതായത് യൂണിസെല്ലുലാർ കൊളോണിയൽ ആയിട്ടുള്ള വോൾവോക്സ് പോലെയുള്ള ഓർഗാനിസം. പിന്നെ ഫിലമെന്റസ് ആണ്. എന്തൊക്കെയാണ്? യൂണിസെല്ലുലാർ കൊളോണിയൽ എന്ന് പറയാം. ആൻഡ് പിന്നെയോ ഫിലമെന്റസ് ആണ്. മാസീവ് ബോഡീസ് ആണ്. അപ്പൊ ശ്രദ്ധിച്ചോ, എന്തൊക്കെയാണ്? സൈസ് റേഞ്ചസ് ഫ്രം യൂണിസെല്ലുലാർ ആവാം, ഫിലമെന്റസ് ആവാം, മാസീവ് ബോഡീസ് ആവാം. ആൻഡ് ഫോർ എക്സാമ്പിൾ യൂണിസെല്ലുലാർ കൊളോണിയൽ നമുക്ക് വോൾവോക്സ് ഉണ്ട്. വോൾവോക്സിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഫിലമെന്റസിനെ സ്പൈറോഗൈറേന്ന് നമുക്ക് പറയാം. സ്പൈറലായിട്ടുണ്ടാവും വോൾവോക്സ്. ഇങ്ങനെ വോൾവോലെ ഇങ്ങനെ എന്താ പറയാ, ലൈക്ക് വൈറസിന്റെ ഒരു സ്ട്രക്ചർ പോലെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് മാസീവ് ബോഡീസ് നമുക്ക് കെൽപ്പിനെ കാണാം. കെൽപ്പ് ഇസ് മാസീവ് ആയിട്ടുള്ള ഒരു ആൽഗയാണ്. സോ ഇത് നമ്മൾ എന്താ പഠിക്കുന്നത് മക്കളെ? ആൽഗേനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്.
ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്സ്? റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. So size ranges from unicellular, colonial, filamentous and massive bodies. Clear? Reproduce vegetatively and asexually and sexually. അപ്പം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷുവൽ ഉണ്ട് ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അപ്പോൾ റീപ്രൊഡ്യൂസ് വെജിറ്റേറ്റീവ്ലി, asexually and sexually. Ready? Clear? Now see spores. Spores are എന്താണ്? Zoospores male isogamous ആണ്, അതേപോലെ aneisogamous ആണ്. Oospores ഉണ്ട്, egg എന്ന് നമ്മൾ പറയാം. എഗ്ഗിന് നമ്മൾ എന്താ പറയും? oospores എന്ന് നമുക്ക് പറയാം. Spores are zoospores male ഉണ്ട്, isogamous, aneisogamous, oospores ഒക്കെ നമുക്ക് അതിൻ്റെ എന്താ പറയുക സ്പോർസിൻ്റെ കേസ് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ കോൺസെപ്റ്റ്സ്? റെഡി? എന്ന് ശ്രദ്ധിച്ചോ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. നമുക്ക് സ്ട്രക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് അനലൈസ് നോക്കുക. നിങ്ങൾക്ക് വോൾവോക്സിനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് വോൾവോക്സ് നോക്കുക, ഫസ്റ്റ് വൺ ആയിട്ടുള്ള വോൾവോക്സ്. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുന്നുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഇതാണ് നമ്മുടെ വോൾവോക്സ്. ഡോട്ടർ കോളനിയും അതിൻ്റെ പാരന്റ് കോളനി ആയിട്ട് ഇങ്ങനെ കോളനൽ ഫോർമേഷൻ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാമിഡോമോണാസ് ഉണ്ട്. ക്ലാമിഡോമോണാസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്ലാമിഡോമോണാസ്, കാര, അങ്ങനെ ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ, പോറോഫൈറ, അങ്ങനെയുള്ള പല ആളുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എക്സാമ്പിൾസ് എന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുന്നത്. നമുക്ക് ഓരോരോ, അതായത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആൽഗയ്ക്കും കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആൽഗേൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് അതിന് കുറച്ചും കൂടി ഗ്രൂപ്പ് ആക്കുന്നുണ്ട്, ടൈപ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പോകുള്ളൂ. സെറ്റാണ്? റെഡി അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വോൾവോക്സ് ഉണ്ട്, ക്ലാമിഡോമോണാസ് ഉണ്ട്, ഗാരയുണ്ട്, ബ്രൗൺ ആൽഗെ ഉണ്ട്, ലാമിനേരിയ ഉണ്ട്, ഫിക്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ ഡൈക്കോട്ട ഉണ്ട്, റെഡ് ആൽഗെ, പോറോഫൈറ ഉണ്ട്, പോളിസൈഫോണിയ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെക്കാം. ക്ലിയർ? സെറ്റില്ല മക്കളെ? റെഡി? ഇനി ശ്രദ്ധിച്ചോ. നമുക്ക് ഇതിലെ എക്കണോമിക്കലി എന്ത് ഇമ്പോർട്ടൻസ് ആണ് ആൽഗെ? ആൽഗെ കുറേ തരം ഇമ്പോർട്ടൻസ് കാണിക്കുന്ന മക്കളെ, കുറേ തരം ഇൻഡസ്ട്രിയൽ വൈസ് ആയിട്ട് നമുക്ക് എയറോനോട്ടിക്കൽ സ്പേസിൽ വരെ അതിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിച്ചോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആൽഗെ ചെറിയ ആളുകളാണല്ലോ, ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ? ശ്രദ്ധിച്ചോ. ആൽഗിൻ്റെ കേസിൽ പോറിഫെറ, ലാമിനേരിയ, സർഗാസം ആർ യൂസ്ഡ് ആസ് എന്താണ്? ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മക്കളെ. പോറിഫെറ, ലാമിനേരിയ ആൻഡ് സർഗാസം ആർ യൂസ്ഡ് ആസ് വാട്ട്? ഫുഡായിട്ട് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? പോറിഫെറ, ലാമിനേരിയ ആൻഡ് സർഗാസം ആർ യൂസ്ഡ് ആസ് എന്താണ്? ഫുഡായിട്ട്, നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതിയിൽ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആരെ? സർഗാസം, ലാമിനേരിയ ആൻഡ് മെയിനായിട്ട് നമുക്ക് പോറിഫെറയും പറയാം. ക്ലിയർലി? ഈ മൂന്ന് പേരെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവരെ ഫുഡായിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. റെഡി? മെറൈൻ ബ്രൗൺ ആൽഗെ, ആൽഗിൻ എന്ന് പറയാം, ആൻഡ് റെഡ് ആൽഗെ, കാർഗീൻ ആർ യൂസ്ഡ് ആസ് hydrocolloids, which is a fibrous structure, holds water and used to transport seedlings. അപ്പോൾ ആരൊക്കെയാണ്? ബ്രൗൺ ആൽഗയും റെഡ് ആൽഗേൻ്റെയും കോമ്പോണൻസ് ഉണ്ട്. ബ്രൗൺ ആൽഗേൻ്റെയും റെഡ് ആൽഗേൻ്റെയും, അതായത് ആൽഗിനും അതേപോലെ തന്നെ കാർഗീനും ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഹൈഡ്രോകൊളോയിഡ്സിനെ നിർമ്മിക്കുന്നുണ്ട്. യൂസസ് എന്താണ് ഇവർ യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോകൊളോയിഡ്സ് എന്ന രീതിയിലാണ് അവർ അറിയപ്പെടുന്നത്. കാരണം എന്താണ്? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീൽഡിങ്സിനൊക്കെ ഒരു ഫൈബറസ് സ്ട്രക്ചർ ആയിട്ട്, ഇറ്റ്സ് എ ഫൈബറസ് സ്ട്രക്ചർ വിച്ച് ഹോൾഡ്സ് വാട്ടർ ആൻഡ് യൂസ് ടു ട്രാൻസ്പോർട്ട് എന്നാണ്. സീഡ്ലിങ്സ് ഒക്കെ നമുക്ക് മറ്റുള്ളൊരു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമുക്കിങ്ങനെ എന്താ പറയുക ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആളുകൾക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് ട്രാൻസ്പോർട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഈ സീഡ്ലിങ്സ് പെട്ടെന്ന് അവർ വാടിയൊക്കെ പോകും അല്ലേ, ഉണങ്ങിപ്പോവും എത്തുമ്പോഴത്തേക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ആൽഗകളെ കൂടെ വെച്ചിട്ട് എന്താ പറയുക ട്രാൻസ്പോർട്ട് ചെയ്യും. ക്ലിയർലെ കോൺസെപ്റ്റ്? ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്കണോമിക് ഇമ്പോർട്ടൻ്റ് കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ശ്രദ്ധിച്ചോ. ജെലാഡിനിയം, ഗ്രാനുലേരിയ ആൻഡ് യൂസ് ടു ഗ്രോ മൈക്രോബ്സ് ആൻഡ് മേക്ക് ഐസ്ക്രീം ആൻഡ് ജെല്ലീസ്. ഐസ്ക്രീംസും ജെല്ലീസും ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ.
അപ്പോൾ ആരൊക്കെയാണ്? ജെലേഡിനിയം, ഗ്രാനുലേറിയ ആർ യൂസ്ഡ് ആസ് മൈക്രോബ്സ് വിച്ച് യൂസ് ടു മേക്ക് ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. യൂസ് ടു ഗ്രോ മൈക്രോബ്സ് ആൻഡ് മേക്ക് ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. ശ്രദ്ധിച്ചു. ഇനിയാണ് നമുക്ക് നോക്കാം. Chlorella and spirulina are rich in protein and used as food supplements. ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. എനർജിക്ക് വേണ്ടിയിട്ട് ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ക്ലോറല്ല ആൻഡ് സ്പൈറുലിന ആർ റിച്ച് ഇൻ എനർജി പ്രോട്ടീൻ. റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ അടങ്ങിയ സപ്ലിമെൻറ്റ്സ് ആയിട്ട്, പ്രോട്ടീൻ അടങ്ങിയതുകൊണ്ട് തന്നെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്കണോമിക് ഇമ്പോർട്ടൻ്റ് കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ അല്ലേ മക്കളെ? നമ്മൾ എക്സാമ്പിൾസ് നോക്കി ആരൊക്കെ എല്ലാവരെ കുറിച്ചും പരിചയപ്പെട്ടു. ഇത് പേരൊക്കെ നിങ്ങൾ ഓർത്തോക്കണം. ജെലേഡിനിയം, അതേപോലെ തന്നെ ഗ്രാനുലേരിയ. അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാനുള്ളത്? ജെലീഡിയം, ഗ്രാനുലേരിയ, ക്ലോറല്ല, സ്പൈറുലിന, കാര, ഫ്യൂക്കസ്, വോൾവോക്സ്. പിന്നെ ആരൊക്കെയുള്ള മക്കളെ? വോൾവോക്സ് ഉണ്ട്, അതേപോലെ തന്നെ കാര, ഫ്യൂക്കസ്, വോൾവോക്സ്. പിന്നെന്താ? സ്പൈറോഗൈറ, സർഗാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ക്ലാമിഡോമോണാസ് എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാമ്പിളായിട്ട് ഒരു 5 ഒരു 5-6 നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക എക്സാമ്പിളായിട്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് ഇതിൻ്റെയും ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടൊന്ന് പോയാലോ? ഇതിൻ്റെയും ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കണം. ആൽഗേനെ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെയൊക്കെ ബേസിലാണ് നോക്കാം നമുക്ക്. ആൽഗയിൽ എത്ര തരം? അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽഗയുണ്ട്. Algae are divided into 3 main classes. 3 ക്ലാസ്സസ് ആയിട്ട് ആൽഗയിൽ ഡിവിഷൻ നടന്നിട്ടുണ്ട് മക്കളെ. എത്ര ക്ലാസ് ആയിട്ടാണ്? 3 ക്ലാസ് ആയിട്ടാണ് ആൽഗയിൽ അവിടെ എന്ത് നടന്നിട്ടുള്ളത്? ഡിവിഷൻ നടന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ക്ലാസ്സസ് നോക്കാം. നമ്പർ 1 we have Chlorophyceae. എന്താണ് മക്കളെ ഈ Chlorophyceae? Chlorophyceae means green. പച്ച കളറിലെ, ഗ്രീൻ കളറിലെ ആൽഗകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ക്ലോറോഫൈസിയെ. ക്ലോറോഫിൽ, ക്ലോറോ. അപ്പൊ എന്താണ് ക്ലോറോ എന്ന് പറയുമ്പോൾ? ഗ്രീൻ കളറിലെ ആൽഗേനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോറോഫൈസിയെ നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഇറ്റ്സ് നോൺ ആസ് വാട്ട്? ക്ലോറോഫൈസിയെ. ശ്രദ്ധിച്ചോ? രണ്ടാമത് നോക്ക്, ഫിയോഫൈസിയെ. എന്താണ്? ബ്രൗൺ ആൽഗെ. ഫിയോഫൈസിയെ അത് നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് പറയാം. എന്താണത്? ബ്രൗൺ കളറുള്ള ആൽഗയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആരുണ്ട് മക്കളെ? ആരുള്ളത്? റോഡോഫൈസിയെ. റോഡോഫൈസിയ എന്താണ്? റെഡ് ആൽഗെ. റെഡ് കളറുള്ള ആൽഗയാണ് റോഡോഫൈസിയ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എന്താ പറയുക? ക്ലോറോഫൈസിയ, ഫിനോഫൈസിയ, റോഡോഫൈസിയ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി സിമ്പിളാക്കി എങ്ങനെ പറയാം? ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ. ഗ്രീൻ, ബ്രൗൺ, റെഡ്. അപ്പം ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, ദെൻ റോഡോഫൈസിയെ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാലോ. റെഡി അല്ലേ നിങ്ങൾ? സെറ്റ് അല്ലേ? റെഡി? ഓക്കെ, നമുക്കിനി ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. So number 1 we are going to learn about green algae അല്ലെങ്കിൽ ക്ലോറോഫൈസിയ. ക്ലോറോഫൈസിയ അഥവാ ഗ്രീൻ ആൽഗിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ശ്രദ്ധിച്ചോ. ഗ്രീൻ ആൽഗെ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ആൽഗേന്റെ കേസിൽ ദേ മേ ബി കൊളോണിയൽ ആവാം, അല്ലെങ്കിൽ ഫിലമെന്റസ് ആവാം, അല്ലെങ്കിൽ യൂണിസെല്ലാർ ആവാം. ദേ പോസസ് എന്താണ്? ഇത് ഗ്രീൻ ആൽഗെ ആണ്. അതുകൊണ്ട് തന്നെ ദേ മേ പോസസ് എന്താണ് മക്കളെ? ക്ലോറോഫിൽ എ, ബി അത് പൊസസ് ചെയ്യാം. ആൻഡ് ഓൾസോ ദേ മേ ബി യൂണിസെല്ലാർ ആവാം, അല്ലെങ്കിൽ ഫിലമെന്റസ് ആവാം, അല്ലെങ്കിലോ കൊളോണിയലും ആവാം. ശ്രദ്ധിച്ചോ? ഓക്കെ അല്ലേ? അപ്പൊ കൊളോണിയൽ ആവാം, ഫിലമെന്റസ് ആവാം. ദേ പൊസസ് വാട്ട് ആൻഡ് ഓൾ? ക്ലോറോഫിൽ എ ആൻഡ് ബി. അതേപോലെ നോക്ക്, സ്റ്റോർഡ് വിത്ത് പ്രോട്ടീൻസ് ഓർ സ്റ്റാർച്ച്. ചിലതില് പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവാം,
അല്ലെങ്കിലോ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവാം. ആൻഡ് സം സ്റ്റോർ ഓയിൽ ഫോംസ് വരെ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ ആരും കൂടി സ്റ്റോർ ചെയ്യും മക്കളെ? ഓയിൽ ഫോംസിനെയും കൂടി അവര് സ്റ്റോർ ചെയ്യും. എന്തിനേയും കൂടി? ഓയിൽ ഫോംസ്, ഓയിൽ ഗ്ലോബ്യൂൾസ് ആയിട്ട് അതും സ്റ്റോർ ചെയ്യുന്നുണ്ട്. സിമ്പിൾ അല്ലേ? റെഡി? സെൽ വാൾ ഈസ് റിജിഡ് ആൻഡ് മേഡ് അപ്പ് ഓഫ് എന്താണ്? ഇന്നർ സെല്ലുലോസ്. സെല്ലുലോസ് മതി. സെല്ലുലോസ് കൊണ്ടാണ് സെൽ വാൾ ഉണ്ടാക്കിയത്. ഔട്ടർ പെക്ടോസും, അതായത് ഉള്ളിൽ പുറത്ത് പെക്ടോസും, ഔട്ടറിൽ പെക്ടോസും ഇന്നറിൽ സെല്ലോസും. സെല്ലോസ് ആൻഡ് പെക്ടോസ് ആണ് നമ്മളെ സെൽ വാള് നിർമ്മിച്ചത്, സെൽ വാൾ ഉണ്ടാക്കിയത്. ആരുടെ? ക്ലോറോഫൈസിന്റെ കേസിൽ. അപ്പോൾ ക്ലോറോഫൈസിന്റെ ക്യാരക്ടേഴ്സ് ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഇപ്പോൾ കൊളോണലുണ്ട്, ഫിലമെന്റസ് ഉണ്ട്. പ്രോസസ് എന്താണ്? ക്ലോറോഫിൽ എ ആൻഡ് ബി പ്രോസസ് ചെയ്യുന്നുണ്ട്. സ്റ്റോർഡ് വിത്ത് പ്രോട്ടീൻ, സ്റ്റാർച്ച് ഉണ്ട്. സം സ്റ്റോർ ഓയിൽ ഫോംസ്, ഓയിൽ ഫോംസ് ചില ആളുകൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതേപോലെ സെൽ വാൾ എന്താണ്? റിജിഡ് ആണ്. അതേപോലെ തന്നെ ഇസ് മേഡ് അപ്പ് ഓഫ് ഇന്നർ സെല്ലുലോസ് ആൻഡ് ഔട്ടർ പെക്ടോസ്. ക്ലിയർ? ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ. നോക്കാം. വെജിറ്റേറിയൻ റീപ്രൊഡക്ഷന്റെ കേസിൽ ക്ലോറോഫൈസിന്റെ വെജിറ്റേറിയൻ റീപ്രൊഡക്ഷൻ ഈസ് ബൈ എന്താണ് മക്കളെ? ഫ്രാഗ്മെന്റേഷൻ അല്ലെങ്കിൽ സ്പോർ ഫോർമേഷൻ വഴി. ഫ്രാഗ്മെന്റേഷൻ നമുക്ക് പറയാം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ഫ്ലജലേറ്റഡ് സൂസ്പോർ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് മക്കളെ? ഫ്ലജലേറ്റഡ് സൂസ്പോർ. ഫ്ലജലേറ്റഡ് സൂസ്പോർ വഴിയാണ് നടക്കുന്നത്. കാര്യങ്ങൾ സച്ച് ഫ്ലജലേറ്റഡ് സൂസ്പോർ വഴി. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ബൈ ഐസോഗ്യാമസ് ആവാം, അനൈസോഗ്യാമസ് ആവാം, ഊഗ്യാമസ് ആവാം. ഐസോഗ്യാമസ് അല്ലെങ്കിൽ ഊഗ്യാമസ് അല്ലെങ്കിൽ അനൈസോഗ്യാമസ്. ഈ രീതിയിൽ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ബൈ ഐസോഗ്യാമസ്. ഓക്കെ, ക്ലിയർ? അല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങനെ പറയാന്ന് വെച്ചാൽ അനൈസോഗ്യാമസ് അല്ലെങ്കിൽ ഊഗ്യാമസ്. ഈ കാര്യങ്ങൾ ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? റെഡി? നോക്കാം. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് വോൾവോക്സ്, സ്പൈറോഗൈറ, ക്ലാമിഡോമോണാസ്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് എന്താണ്? ഗ്രീൻ ആൽഗെ. ഗ്രീൻ ആൽഗയുടെ എക്സാമ്പിൾസ് ആയിട്ടാണ് നമുക്ക് ഇവരെ പറയാൻ പറ്റുന്നത്. എന്തൊക്കെയാണ്? വോൾവോക്സ് ഉണ്ട്, സ്പൈറോഗൈറ ഉണ്ട്, ക്ലാമിഡോമോണാസ് ഉണ്ട്. ക്ലിയർ? സെറ്റ് അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? റെഡി? ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെട്ടാലോ മക്കളെ? അടുത്ത ക്ലാസ്സിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ? റെഡി? അപ്പോൾ നമ്മൾ ക്ലോറോഫൈസിയെ നമ്മൾ സെറ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? ക്ലോറോഫൈസ് നമ്മൾ കലക്കി കുടിച്ചിട്ടുണ്ട്. റെഡി? ഇനി നമുക്ക് ആരെ കുറിച്ചാണ് പഠിക്കേണ്ടത്? ആരാണ്? ബ്രൗൺ ആൽഗേനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഫിയോഫൈസി അഥവാ ബ്രൗൺ ആൽഗേനെ നമുക്ക് നോക്കാം. ദേ ആർ മോസ്റ്റ്ലി എന്താണ് മക്കളെ? മെറൈൻ ആണ്. മെറൈൻ ഹാബിറ്റ്. അക്വാറ്റിക്കില് നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ബീച്ചിന്റെ സൈഡിലൊക്കെ നമുക്ക് ഇവരെ പ്രത്യേകം കാണാൻ പറ്റും. ഫിയോഫൈസിനെ നമുക്ക് കാണാൻ പറ്റും. ബ്രൗൺ ആൽഗയാണ്. ഇവരെ നമുക്കിങ്ങനെ എന്താ പറയുക, ഈ കടൽ തീരങ്ങളിലൊക്കെ നമുക്ക് അവരെ കാണാൻ പറ്റും. ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറുള്ള ഒരു ഷീറ്റ് പോലെ ഇങ്ങനെ ആയിട്ടുള്ള ആൽഗകളെ അങ്ങ് കാണാൻ പറ്റും. നമ്മളെ തിക്കോടി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തിക്കോടി ഡ്രൈവ് അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അവിടെയാണ് നമ്മൾ എന്താണ് ബ്രൗൺ ആൽഗേൻ്റെ കേസിൽ നമുക്ക് പറയേണ്ടത്. ദേ ആർ മെറൈൻ ഹാബിറ്റേറ്റ്സ്. മെറൈൻ ഹാബിറ്റ്സ് ആണ് മിക്കവാറും ആൽഗേസ് എന്താ പറയുക മോയിസ്റ്റി കണ്ടീഷനിൽ നമ്മൾ കാണപ്പെടുന്നത്. മെറൈനിലായിട്ട് കാണപ്പെടുന്നതാണ് ബ്രൗൺ ആൽഗേ. ദേ പൊസസ് ക്ലോറോഫിൽ എ ആൻഡ് സി. അവരെന്താണ് മക്കളെ പ്രൊസസ് ചെയ്യുന്നത്? ക്ലോറോഫിൽ എയും സിയും അവർ പൊസസ് ചെയ്യുന്നുണ്ട്. എയും സിയും അവർ പൊസസ് ചെയ്യുന്നുണ്ട്. ക്ലോറോഫിൽ എയും അതേപോലെ തന്നെ സിയും അവർ പൊസസ് ചെയ്യുന്നുണ്ട്. ആസ് വെൽ ആസ് കെരോട്ടീൻ, സാന്തോഫിൽസ് ആൻഡ് ഫ്യൂക്കോസാന്തൻ. അപ്പോൾ ഇതൊക്കെ എന്താണ്? കുറച്ച് എന്താ പറയുക പിഗ്മെന്റ്സ് ആണ്. അപ്പം മെയിനായിട്ട് ക്ലോറോഫിൽ എയും ബി ഉണ്ട്, കെരോട്ടിനോയിഡ് ഉണ്ട്, സാന്തോഫിൽ, ഫ്യൂക്കോസാന്തൻ. ഓക്കെ,
ഇനി നോക്ക്, ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് എന്താണ് മക്കളെ? നേരത്തെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണോ സ്റ്റോർ ചെയ്തത്? സ്റ്റാർച്ച് ആയിട്ടല്ലേ സ്റ്റോർ ചെയ്തത് നേരത്തെ, അല്ലേ? പ്രോട്ടീനോ സ്റ്റാർച്ച് ആയിട്ടോ? സ്റ്റാർച്ച് ആയിട്ടല്ല മെയിൻ ആയിട്ട് സ്റ്റോർ ചെയ്തത്. ഇവിടെ നോക്ക്, ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് കാർബോഹൈഡ്രേറ്റ് ഇൻ ദ ഫോം ഓഫ് ലാമിനേറിയൻ ആൻഡ് മാൻറ്റോൾ. അവരുടെ കേസിൽ അവരായിട്ടുള്ള കോമ്പണൻസ് അവിടെ ഉണ്ട്. ഫുഡ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന രീതിയിൽ അവർ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആൻഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ലാമിനേരിയ അല്ലെങ്കിൽ മാൻറ്റോൾ ആയിട്ട് അവർ സ്റ്റോർ ചെയ്യും. അതിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രൗൺ ആൽഗേന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ശ്രദ്ധിച്ചോ? റെഡി അല്ലേ? നമുക്ക് അവസാനമായിട്ട് നമുക്ക് ടേബിളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം, എല്ലാം കൂടി ഒരുമിച്ച്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തമായിട്ട് ക്ലിയർ ആവും. റെഡി? ഓക്കെ. നോക്കാം. They have cellulose and cellulose walls with gelatinous coating of algin. Cellulose walls ഉണ്ട് അവർക്ക്. Cellulose walls. ഓക്കെ, വിത്ത് എന്താണ് മക്കളെ? ജലാറ്റിനസ് ആയിട്ടുള്ള ജലാറ്റിനസ് കോട്ടിംഗ് ഉണ്ട്. ഓഫ് എന്തിന്റെ കോട്ടിംഗ് ആണ്? ആൽഗിന്റെ കോട്ടിംഗ് ഉണ്ട്. ജലാറ്റിനൈസ് ആയിട്ടുള്ള കോട്ടിംഗ് ഉണ്ട്. ആരുടെ കോട്ടിംഗ് ആണ്? ആൽഗിന്റെ കോട്ടിംഗ് ആണ്. Algin. And now see, they are attached to a substratum which is known as by hold fast. അത് റൂട്ട് അല്ല, പക്ഷെ റൂട്ട് ലൈക്ക് സ്റ്റോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ലീഫ് ഫ്രോണ്ട് എന്ന് പറയാം. അപ്പോൾ ഒരു ഹോൾഡ് ഫാസ്റ്റ് ഉണ്ട്. അതായത് റൂട്ട് പോലെ, റൂട്ട് ലൈക്ക്. പിന്നെന്താണ്? സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ സ്റ്റെമ്മ് പോലെ അല്ലെങ്കിൽ സ്റ്റൈപ്പ് എന്ന് പറയാം നമുക്ക്. ഇനിയോ ലീഫ് അഥവാ ഫ്രോണ്ട്. ഇത്രയും കാര്യങ്ങൾ ദേ ആർ അറ്റാച്ച്ഡ് ആണ്. അവരിങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ക്ലിയർലേ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് അവർ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് അവർ എന്ത് നടത്തുന്നത് മക്കളെ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ക്ലിയർ അല്ലേ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. എന്നാലോ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നോക്ക്, ബൈഫ്ലജലേറ്റഡ് സൂസ്പോർസ്. ബൈഫ്ലജലേറ്റഡ് സൂസ്പോർ വഴിയാണ് ആര്? ബ്രൗൺ ആൽഗേന്റെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. ബൈഫ്ലജലേറ്റഡ് സൂസ്പോർസ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബൈ ആയിരിക്കും? ഐസോഗാമസ്, ഊഗാമസ്, അനൈസോഗാമസ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ലാമിനേരിയ, സർഗാസം, പിന്നെ നമുക്ക് ഡൈക്കോട്ട, ഫ്യൂക്കസ്, അതേപോലെ എക്ടോകാർപ്പസ്, ഇവരൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെയാണ് ആരുടെ എക്സാമ്പിൾസ് മക്കളെ? ബ്രൗൺ ആൽഗയുടെ എക്സാമ്പിൾസ്. ക്ലിയർ അല്ലേ? ബ്രൗൺ ആൽഗേന്റെ കോൺസെപ്റ്റ്സും ക്ലിയർ അല്ലേ? ഏകദേശം സിമ്പിൾ അല്ലേ? നമുക്ക് ലാസ്റ്റിൽ നമുക്ക് ഒരു ടേബിൾ ആക്കിയിട്ട് എല്ലാം നമുക്ക് പഠിക്കാം. റെഡി? ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ബ്രൗൺ ആൽഗേന്റെ കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനമായി നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ക്ലാസിഫിക്കേഷൻ തുടങ്ങി. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കുന്നത്, ആൽഗേനെ കുറിച്ച് പഠിക്കുന്നത്. ഈ ആൽഗയിൽ തന്നെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ബ്രൗൺ ആൽഗെ, ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ ആൻഡ് റെഡ് ആൽഗെ. അത് ക്ലിയർ അല്ലേ? ആ കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, നമുക്ക് അടുത്ത റോഡോഫൈസിയയിൽ പോകണം. റെഡ് ആൽഗെ, റെഡ് കളറുള്ള ആളുകളാണ്. അവർക്ക് എന്തുണ്ട്? റെഡ് കളറായിരിക്കും, റെഡ് പിഗ്മെന്റ് ആയിരിക്കും. They are also known as R-phytoerythrin ആണ്. R-phytoerythrin. അത് R-phytoerythrin എന്ന് പറയുമ്പോൾ എരിത്രോസൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ റെഡ് ബ്ലഡ് എന്നൊക്കെ പറഞ്ഞില്ലേ? നമ്മൾ ബ്ലഡിന്റെ ഒക്കെ കളർ റെഡ് കളറിലാണ് അവരെന്താണ് അറിയപ്പെടുന്നത്? R-phytoerythrin. ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. R-phytoerythrin. ഫൈക്കോഎറിത്രിൻ ആണ്, ഫൈറ്റോ അല്ല, ഫൈക്കോഎറിത്രിൻ. ഓക്കെ. ദേ ആർ ഓൾസോ മെറൈൻ. അവരും മെറൈൻ തന്നെയാണ് മക്കളെ. എക്വാറ്റിക് ആണ് മെയിൻലി. അവരും മെറൈൻ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ശ്രദ്ധിച്ചോ, അവരുടെ ഫുഡ് സ്റ്റോർ ശ്രദ്ധിച്ചോ. ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. വിച്ച് ഈസ് സിമിലർ ടു എന്താണ്? എമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ ഇൻ സ്ട്രക്ചേഴ്സ്. എമൈലോപെക്റ്റിനും ഗ്ലൈക്കോജന്റെയും സ്ട്രക്ചറിൽ ഒരു സിമിലർ ആയിട്ട് കാണും. എന്താണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആയിട്ടാണ് അവർ സ്റ്റോർ ചെയ്യുന്നത്. ഫ്യൂക്കോസ് എന്നല്ല, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഇറ്റ് സ്റ്റോർഡ് ആസ് എന്താണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. അതിന്റെ സിമിലാരിറ്റീസ് ആയിട്ട് ആരൊക്കെ പോലെ ഉണ്ടായി? എമൈലോപെക്റ്റിനും അതേപോലെ തന്നെ ഗ്ലൈക്കോജനായിട്ടുള്ള സിമിലാരിറ്റീസ് അവർ കാണിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇനി നോക്ക്, ഈ റെഡ് ആൽഗേന്റെ കേസിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ബൈ എന്താണ്? സിമിലർ ആയിട്ടുള്ള ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബൈ നോൺ മോട്ടൈൽ സ്പോർസ്. ആരുടെ കേസിലാണ്? റെഡ് ആൽഗയുടെ കേസിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് മക്കളെ ഉണ്ടാവുക? നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോർസ് വഴിയാണ്.
നോൺ മോർട്ടൽ ആയിട്ടുള്ള സ്പോർട്സ് വഴിയാണ് അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നത്. റെഡി? സെക്ഷലി ബൈ നോൺ മോർട്ടൈൽ ഗ്യാമേറ്റ്സുമാണ്. സെക്ഷലി ബൈ എന്താണ് മക്കളെ? നോൺ മോർട്ടൈൽ ഗ്യാമേറ്റ്സുമായിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? നോൺ മോർട്ടൈൽ ആയിട്ടുള്ള ഗ്യാമേറ്റ്സ് വഴി. ഇങ്ങനെ എന്താ നോൺ മോർട്ടൈൽ, അവർക്ക് മൂവ്മെന്റ് പോസ് ചെയ്യാൻ പറ്റാത്ത ഗ്യാമേറ്റ്സ് ഉണ്ട്. അപ്പം മെയിൻലി അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവർ ചെയ്യുന്നത് ഫ്രാഗ്മെന്റേഷൻ തന്നെയാണ്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴി തന്നെയാണ്. റെഡി? എക്സാമ്പിൾസ് നോക്ക്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പോയിഫെറ, ഗ്രാസിലേറിയ, അതേപോലെ തന്നെ ജലീഡിനിയം. അപ്പോൾ ജലീഡിയം ആണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പോറിഫെറ, അതേപോലെ തന്നെ ഗ്രാസിലേറിയ, പോറിഫെറ, ഗ്രാസിലേറിയ ആൻഡ് ജലീഡിയം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് സപ്ലിമെന്റ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇതൊന്നും മറക്കണ്ട. അപ്പോൾ സിമ്പിൾ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആൽഗേനെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആൽഗേനെ ക്ലാസിഫിക്കേഷൻ സിമ്പിൾ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇതിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ആൽഗെ കഴിഞ്ഞു. നമ്മൾ ഏകദേശം ആൽഗെ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇനി ബ്രയോഫൈറ്റ്സിലേക്ക് കടക്കണം. അതിന് മുന്നേ നമുക്കൊരു ടേബിളിലാക്കിയിട്ട് നമുക്ക് ഇവരൊന്ന് റെപ്രസെന്റ് ചെയ്ത് ഒന്നും കൂടി നോക്കിയാലോ മക്കളെ? ലാസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കിയാലോ? ടേബിൾ നോക്കിയാലോ? റെഡി? വാ. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചോ, നമുക്കിവിടെ നോക്കുക. ടേബിളിൽ നമ്മൾ എല്ലാവരെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ക്ലാസ്സിൽ നമുക്ക് കാണാം ക്ലോറോഫൈസിയനെ കാണാം, ഫിയോഫൈസിയനെ കാണാം, റോഡോഫൈസിയനെ കാണാം. നമുക്ക് നോക്കാം അതിൻ്റെ കോമൺ നെയിം നമ്മൾ പറഞ്ഞ പോലെ ക്ലോറോഫൈസ് ആണെങ്കിൽ ഗ്രീൻ ആൽഗയാണ്, ഫിനോഫൈസ് ആണെങ്കിൽ ബ്രൗൺ ആൽഗയാണ്, പിന്നെ റോഡോഫൈസ് ആണെങ്കിൽ റെഡ് ആൽഗയാണ്. സോ ഗ്രീൻ ആൽഗെ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് മക്കളെ? പിഗ്മെന്റ്സ് ആയിട്ട് ക്ലോറോഫിൽ എയും ബിയും, എ ആൻഡ് ബി ഉണ്ട്. അവർ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയായിട്ടാണ്? ഫുഡ് സ്റ്റാർച്ചിന്റെ രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആണ്. ഇത് ക്ലോറോഫൈസിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഇനി ഫ്ലജല്ലാർ നമ്പർ ആൻഡ് പൊസിഷൻ ഇൻസേർഷൻ നോക്ക്. 2 to 8 നോക്ക്. ഈക്വൽ എപ്പിക്കൽ ആണ്, ഈക്വൽ ആൻഡ് എപ്പിക്കൽ ആയിട്ടാണ് 2 to 8. ദെൻ ഹാബിറ്റേറ്റ്സ് എവിടെയൊക്കെയാണ് മക്കളെ? ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ ആൻഡ് സാൾട്ട് വാട്ടർ. ഇവിടെയൊക്കെയാണ് നമ്മുടെ ക്ലോറോഫൈസിയെ അഥവാ ഗ്രീൻ ആൽഗേനെ നമ്മൾ കാണുന്നത്. ഇനി ഫിയോഫൈസിയയിൽ നോക്ക്, ബ്രൗൺ ആൽഗെ കാണുന്നത് നോക്ക് മക്കളെ. എന്തൊക്കെയാണ്? ക്ലോറോഫിൽ എയും സിയും ഫ്യൂക്കോസാന്തിനുമാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് മാനിറ്റോൾ ആൻഡ് ലാമിനേറിയ. മാനിറ്റോളും അതേപോലെ തന്നെ ലാമിനേറിയന്റെ കേസിൽ ആയിട്ടാണ് അവർ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. നോക്കാം, സെല്ലുലോസ് ആൻഡ് ആൽഗിനായിട്ടാണ് എന്തുള്ളത്? സെൽ വോള് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, മെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്ക്, ഫ്ലജല്ലാർ നമ്പർ ആൻഡ് പൊസിഷൻ ഇൻസേർഷന്റെ കേസിൽ നോക്കുക. 2 അൺഈക്വൽ ലാറ്ററൽ ആയിട്ടാണ്, 2 അൺഈക്വൽ ലാറ്ററൽ ആയിട്ടാണ് ഉണ്ടാവുന്നത്. റെഡി അല്ലേ മക്കളെ? ഇനി ശ്രദ്ധിച്ചോ, ഫ്രഷ് വാട്ടറും ബ്രാക്കിഷ് വാട്ടറിലും സാൾട്ട് വാട്ടറിലുമാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ ബ്രൗൺ ആൽഗെ കാണുന്നത്. ബ്രൗൺ കളറാണ്, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി റെഡ് ആൽഗേന്റെ കേസിൽ നോക്കാം. ക്ലോറോഫിൽ എയും ഡിയും ആണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ അവരെന്താണ്? ആർ ഫൈക്കോ എരിത്രിൻ നമ്മൾ പറഞ്ഞല്ലോ, ഫൈക്കോ എരിത്രിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആർ ഫൈക്കോ എരിത്രിൻ എന്ന് റെഡ് കളർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എരിത്രോസൈറ്റ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് സുവോളജിയിൽ അത് പഠിക്കാനുണ്ട്. എരിത്രോസൈറ്റ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ബ്ലഡിന്റെ കളർ റെഡ് അല്ലേ, അതുകൊണ്ടായിട്ടാണ് നമ്മൾ ഇവിടെ എരിത്രോസൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെയോ സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് എന്താണ് മക്കളെ? എന്തിന്റെ രീതിയിലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. വെരി ഗുഡ്, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആയിട്ടാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ തന്നെ സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് ആയിട്ടാണ് അവരുടെ എന്താണ് സെൽ വോൾ പ്രിപ്പയർ ചെയ്തത്. സെല്ലുലോസ്, പെക്റ്റിൻ, പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് ആയിട്ട്. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദാറ്റ്? നമ്പർ ഓഫ് ഫ്ലജല്ല ഇവിടെ എന്താണ് മക്കളെ? നോൺ മോർട്ടൈൽ അല്ലേ? അപ്പോൾ ആബ്സെന്റ് അല്ലേ ഫ്ലജല്ല? നോ ഫ്ലജല്ല. ആർക്കാണ് ഫ്ലജൽ ഇല്ലാതെന്ന് ചോദിക്കും, എൻട്രൻസ് ചോദിക്കും. ഏത് ആൽഗേനാണ് ഫ്ലജൽ ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? റോഡോഫൈസിയക്ക് ഇല്ല, റെഡ് ആൽഗേക്ക് ഇല്ല എന്ന് പറയണം. They are seen in fresh water, some brackish water, salt water. ഇതിൽ ഏകദേശം ഒരേ ഹാബിറ്റിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പഠിച്ചാൽ സിമ്പിളാണ്. എ ബി എ സി എ ഡി അതാണ് പിഗ്മെന്റ്സ്. സ്റ്റോർഡ് ഫുഡ്, സ്റ്റാർച്ച്, മാനിറ്റോ, ലാമിനേരിയ, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. സെൽ വോൾ, സെല്ലോസ് ആൻഡ് ആൽഗിന്. പിന്നെന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? സെല്ലോസ്, പെക്റ്റിൻ, പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് ഉണ്ട്. ഇനിയോ ഫ്ലജല്ല നമ്പർ 2 to 8 ഈക്വൽ ആണ്, മറ്റേത് 2 അൺഈക്വൽ ആണ്. ഇവിടെ നോൺ ആണ്, ഇല്ല, എന്താ പറയുക, നോൺ മോട്ടൈൽ ആണ്. അതേപോലെ തന്നെ ഫ്രഷ് വാട്ടറിൽ ഹാബിറ്റേറ്റ്സ് നോക്ക് സിമിലർ ആണ് ഏകദേശം എല്ലാവരും. ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, പിന്നെ എന്താണ് റെയർ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ എന്താ പറയുക, സാൾട്ട്, മോയിസ്റ്റ് ഒക്കെ കാണുന്നുണ്ട്. മോസ്റ്റ്ലി സാൾട്ടിലൊക്കെ കാണുന്നുണ്ട്, റെഡിലൊക്കെ, റെഡ് ആൽഗേൻ്റെ കേസിൽ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മളെ പ്ലാൻ കിങ്ഡത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനായ ആൽഗേനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ആൽഗേ ഈസ് ക്ലിയർ ഫോർ യു. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ്, അതിൽ തന്നെയുള്ള ക്ലാസ്സസിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. നമ്മൾ ഗ്രീൻ ആൽഗേനെ പരിചയപ്പെട്ടു, ബ്രൗൺ ആൽഗേനെ പരിചയപ്പെട്ടു, റെഡ് ആൽഗേനെ നമ്മൾ ക്ലിയർ ആയിട്ട് പരിചയപ്പെട്ടില്ല മക്കളെ. സിമ്പിളാണ് കോൺസെപ്റ്റ്, ഇത് നല്ല രീതിയിൽ പഠിച്ചാൽ മതി. ഈ ടേബിൾ തന്നെ ഏകദേശം ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ അല്ലേ മക്കളെ, റെഡി അല്ലേ? ഇനി നമുക്ക് ബ്രയോഫൈറ്റ്സിലേക്ക് കാണാം. ബ്രയോഫൈറ്റ്സ് ആയിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, നിങ്ങൾ ഇതൊക്കെ പഠിച്ച് സെറ്റായിട്ട് വരാം. റെഡി? ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്രയാണ് ഇന്നത്തെ സെഷൻ മക്കളെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആൽഗേൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ബ്രയോഫൈറ്റ്സ്. അപ്പോൾ ബ്രയോഫൈറ്റ്സിന് പോകുന്നതിന് മുമ്പേ നമുക്ക് പുതിയൊരു സെഷൻ തുടങ്ങാം. ഓക്കെ, ബൈ.